നമസ്കാരം. വിഭാസന ധ്യാനത്തിന് പോകണമെന്ന കാരണം കൊണ്ട് ഇഡിക്ക് മുൻപാകെ ഹാജരാകാതിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ ട്രോളി ബി.ജെ.പി ദേശീയ വക്താവ് സംബിത് പാത്രയാണ് കേജ്രിവാളിനെ ട്രോളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. തെറ്റായ ഭരണം, അതായത് കുശാസനം നടത്തിയാൽ ജയിലിൽ പോകേണ്ടി വരുമെങ്കിലും വിഭാസനം മുടങ്ങുമെന്ന് കേജ്രിവാൾ പേടിക്കേണ്ട, അത് അദ്ദേഹത്തിന് ജയിലിൽ വച്ചും ചെയ്യാമല്ലോ എന്ന് സംബിത് പാത്ര പരിഹസിക്കുന്നു. നവംബർ 2-ന് കേജ്രിവാളിനെ ഇഡി വിളിപ്പിച്ചപ്പോൾ ദീപാവലിക്ക് മുന്നോടിയായി തനിക്ക് ചില ഭരണപരവും ഔദ്യോഗികവുമായ പ്രതിബദ്ധതകൾ ഉണ്ടെന്നാണ് അദ്ദേഹം കത്തെഴുതിയത്. തിരഞ്ഞെടുപ്പിനായി മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത് അനുവദിക്കപ്പെട്ടെങ്കിലും ഇവിടങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടിക്ക് നോട്ടയേക്കാൾ കുറച്ച് വോട്ടുകളാണ് ലഭിച്ചതെന്നും സംബിത് പാത്ര പരിഹസിച്ചു. ഇന്ന് വീണ്ടും അദ്ദേഹം ഒരു കത്തെഴുതിയിരിക്കുകയാണ്. അതിൽ തന്റെ ധ്യാനത്തിനായി പുറപ്പെടുന്നതിന് തൊട്ടു മുൻപാണ് തനിക്ക് ഇഡി സമൻസ് ലഭിച്ചതെന്നും അതിനാൽ ഹാജരാകാൻ സാധിക്കില്ലെന്നുമാണ് പറയുന്നത്. അതായത് ചിലപ്പോൾ കേജ്രിവാൾജിക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകേണ്ടി വരും, മറ്റു ചിലപ്പോൾ ധ്യാനത്തിനും. പക്ഷേ ഇഡി സമൻസ് അയച്ചാൽ ഹാജരാകാൻ മാത്രം അദ്ദേഹത്തിന് സമയമില്ലെന്നും ബി.ജെ.പി നേതാവ് വിമർശിച്ചു. കുശാസനയും വിഭാസനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. കുശാസനം ചെയ്താൽ ജയിലാസനം അനുഭവിക്കേണ്ടി വരും. ഇത് ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങളുടെ മന്ത്രിമാരാണ് ഇത് പറയുന്നത്. താങ്കളുടെ അറസ്റ്റിന് ശേഷം തീഹാറിൽ നിന്ന് ഭരണം നടത്തുമോ എന്ന കാര്യത്തിൽ അവർ ഒരു റഫറൻഡം വരെ നടത്തി. അവർക്കതിൽ ആത്മവിശ്വാസമുണ്ടെന്നും സംബിത് പാത്ര പറയുന്നു. പക്ഷേ താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല കേജ്രിവാൾജി. താങ്കൾക്ക് വിഭാസന ജയിലിൽ വച്ചും ചെയ്യാവുന്നതാണ്. അവിടെ അതിനുള്ള വ്യവസ്ഥകളുണ്ടെന്നും സംബിത് പാത്ര പരിഹസിച്ചു. കൂടാതെ മദ്യവും അവഹേളനവുമാണ് ഇന്ത്യൻ സഖ്യത്തെ ഒരുമിച്ച് നിർത്തുന്നത്. കോൺഗ്രസ് എം പി ധീരജ് സാഹുവിന്റെ സ്ഥാപനത്തിൽ പണമെണ്ണുന്നത് അവസാനിച്ചപ്പോൾ 350 കോടി രൂപയായിരുന്നു കിട്ടിയത്. എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഇപ്പോഴും എണ്ണുന്നത് തുടരുകയാണെന്നും സംബിത് പാത്ര പറയുന്നു. അതേസമയം മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചു വരുത്തുന്നത്. കഴിഞ്ഞ നവംബർ 2-ന് ഹാജരാകാൻ കേജ്രിവാളിനോട് ഇഡി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇഡി നീക്കം നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാരോപിച്ച് അദ്ദേഹം ഹാജരായിരുന്നില്ല. മദ്യ കച്ചവടക്കാർക്ക് ലൈസൻസ് നൽകാനുള്ള ഡൽഹി സർക്കാരിന്റെ 2021-ലെയും 2022-ലെയും എക്സൈസ് നയമാണ് വലിയ കേസിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൈക്കൂലി വാങ്ങി ചില ഡീലർമാർക്ക് അനുകൂലമായി ലൈസൻസ് നൽകിയെന്നതാണ് പ്രധാന ആരോപണം. എന്നാൽ AAP ഇതിനെ ശക്തമായി നിഷേധിച്ചെങ്കിലും പിന്നീട് നയം റദ്ദാക്കുകയും ചെയ്തു. AAPയുടെ ഈ നടപടിയെ തുടർന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. എക്സൈസ് നയം നടപ്പാക്കിയതിലെ ചട്ടലംഘനങ്ങളും നടപടിക്രമങ്ങളിലെ പിഴവുകളും സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നായിരുന്നു ആവശ്യം. ഉപമുഖ്യമന്ത്രിയുടെ വീടുൾപ്പെടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒന്നിലധികം തവണ പരിശോധന നടത്തിയിരുന്നു. അഴിമതി ആരോപണത്തെ ചൊല്ലി AAPയും BJPയും തമ്മിൽ വലിയ പോരും നടക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.